ഇപ്പോൾ BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജനം ടിവിയോട് പ്രതികരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 20-27 ദിവസമായിട്ട് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ BJP നടത്തി. അത് വിജയത്തിലേക്ക് എത്തുന്നു തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഞങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ഇന്നലെ ലീഗിന്റെ നേതാക്കൾ കുഞ്ഞാലിക്കുട്ടി തങ്ങളൊക്കെ മുനമ്പം വിഷയത്തിൽ മാധ്യസ്ഥം വഹിക്കാൻ വേണ്ടിയിട്ട് ക്രൈസ്തവ സഭാ നേതാക്കളെ പോയി കണ്ടത്. ഞങ്ങൾ ചോദിക്കുന്നത് മുനമ്പം വിഷയം എങ്ങനെയാണ് ലീഗിന് പരിഹരിക്കാൻ കഴിയുന്നത്? ലീഗിന്റെ പോഷക സംഘടനയാണോ വഖഫ് ബോർഡ്? വഖഫ് ബോർഡിന്റെ നിയന്ത്രണം മുസ്ലിം ലീഗിനാണോ? അപ്പം മുസ്ലിം ലീഗ് പറഞ്ഞിട്ടാണോ വഖഫ് ബോർഡ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്? എന്താണ് ഫോർമുല അവർ വെച്ചിരിക്കുന്നത്? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകളിൽ ഉണ്ടാവുന്ന ചലനങ്ങൾ ഒഴിവാക്കാൻ വളരെ ആസൂത്രിതമായ ഒരു വഞ്ചനാ നിലപാടാണ് ഇന്നലെ ലീഗ് കാണിച്ചിരിക്കുന്നത്. ലീഗിന് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നത്? ലീഗിന് എന്താണ് ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള അധികാരമുള്ളത്? കേരള നിയമസഭാ രേഖകളിലുള്ളതും നമ്മുടെ ന്യൂനപക്ഷക്ഷേമ മന്ത്രി പറയുന്നതും മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നാണ്. ആ വഖഫ് ഭൂമി എങ്ങനെയാണ് ഈ പറയുന്ന അധിനിവേശ ശക്തികളിൽ നിന്ന് ഇവര് കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയൊക്കെ ആൾക്കാർക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കും? ലീഗിന് എന്താ അധികാരമുള്ളത്? അപ്പൊ ഇത്രയും കാലം ലീഗ് ഈ വഖഫ് ഭൂമിയാണെന്നുള്ള കാപട്യം, അതായത് കയ്യേറ്റക്കാരെ സഹായിക്കുന്ന നിലപാടല്ലേ ലീഗ് സ്വീകരിച്ചത്? ലീഗിന് എന്താ ഇതിൽ ഉത്തരവാദിത്വം ഉള്ളത്? ലീഗിന് എന്താണ് വഖഫ് ബോർഡിന്റെ മേലുള്ള അധികാരം? ലീഗ് ഇവിടുത്തെ ഒരു പ്രതിപക്ഷ കക്ഷിയല്ലേ. മുസ്ലിം ലീഗും പാണക്കാട് തങ്ങളും വിചാരിച്ചാൽ വഖഫ് ബോർഡ് അവരുടെ നിലപാട് മാറ്റുമോ? ഈ പ്രശ്നത്തിനുള്ള ശാശ്വതമായ പരിഹാരം വഖഫ് നിയമം പരിഷ്കരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാർ ഈ ഡിസംബർ മാസത്തിൽ നിയമം കൊണ്ടുവരുന്നത്. ആ നിയമത്തിനെതിരെയാണ് കേരള നിയമസഭയിൽ കുഞ്ഞാലിക്കുട്ടിയും സംഘവും ചേർന്ന് പിണറായി വിജയനോടൊപ്പം ഒരു ഏകകണ്ഠേനയുള്ള പ്രമേയം പാസാക്കിയത്. അപ്പോൾ വഖഫ് നിയമത്തെ ശരിയായ രീതിയിൽ പരിഷ്കരിച്ചില്ലെങ്കിൽ മുനമ്പത്തും ചെല്ലാനത്തും മാത്രമല്ല കേരളത്തിൽ എല്ലായിടത്തും ഈ ഭീഷണി നിലനിൽക്കുന്നു. പാലക്കാട്ടും കൽപ്പാത്തിയിലും ഇന്ന് ജനം TV തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ വഖഫിന്റെ അധിനിവേശം ഉള്ള സ്ഥലങ്ങളെ സംബന്ധിച്ചും ഭൂമിയുടെ സർവേ നമ്പറുകളുമെല്ലാം. ഇതെല്ലാം ലീഗിന് പരിഹരിക്കാൻ കഴിയുന്നതാണോ? അപ്പൊ തെരഞ്ഞെടുപ്പിൽ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ വഞ്ചിക്കാനുള്ള ഒരു നിലപാടാണ് ഇന്നലെ കുഞ്ഞാലിക്കുട്ടി എടുത്തിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിക്കും തങ്ങൾക്കും എന്ത് അധികാരമാണ് വഖഫ് പ്രശ്നം പരിഹരിക്കാൻ ഇവർ ചർച്ച നടത്തുന്നത്? എന്താണ് ഇവരുടെ ഫോർമുല? എന്താണ് ഇവരോട് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ഇനി മുനമ്പത്തും ചെല്ലാനത്തും മാത്രം പ്രശ്നം തീർന്നാൽ മതിയോ? ചാവക്കാട്ടെ പ്രശ്നം ആര് തീർക്കും? മാനന്തവാടിയിലെ പ്രശ്നം ആര് തീർക്കും? കൽപ്പാത്തിയിലെ പ്രശ്നം ആര് തീർക്കും? നൂറണിയിലെ പ്രശ്നം ആര് തീർക്കും? ധോണിയിലെ പ്രശ്നം ആര് തീർക്കും? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലീഗ് ചർച്ച നടത്തിയാൽ മതിയോ? അല്ലെങ്കിൽ ഇതെന്തെങ്കിലും മതപരമായിട്ട് ലീഗിന് സഭാ നേതാക്കന്മാരുടെ ചർച്ച നടത്തി പരിഹരിക്കാൻ കഴിയുന്നതാണോ? അപ്പൊ എങ്ങനെയെങ്കിലും മുനമ്പം സമരം ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് അവസാനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വീണ്ടും വീണ്ടും ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ് ലീഗുകാർ പോയത്. ഈ തെരഞ്ഞെടുപ്പ് ഇതിനെല്ലാമുള്ള തിരിച്ചടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലിയ ഭൂരിപക്ഷത്തിൽ NDA ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും. ഷാഫി പറമ്പിലൊക്കെ 13 വർഷമായിട്ട് പാലക്കാടിന് MLA ആണ്, വടകരയുടെ MP ആയിട്ട് തുടരുന്നു. ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ ഒരു ഉചിതമായ ഒരു മറുപടി എത്തിയില്ലേ? രമ്യമായി പരിഹരിക്കുക എന്നുള്ളത് ജനങ്ങളെ പറ്റിക്കാൻ എങ്ങനെ പരിഹരിക്കുന്നു? ഷാഫി പറമ്പിലാണല്ലോ ഈ കേരളത്തിലെ ഈ ഒരു വർഗീയതയുടെ ആൾരൂപമായി, ഒരു മൂർത്ത രൂപമായി, ഒരു ഇസ്ലാമിക വർഗീയ ശക്തികളുടെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു സംരക്ഷണം നൽകുന്നതിൽ പ്രധാനിയായിട്ടുള്ള ഒരാളാണല്ലോ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അദ്ദേഹത്തെ അങ്ങനെയാണല്ലോ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവരൊക്കെ ഈ ഒരു വശത്താണെന്ന് എല്ലാവർക്കും അറിയാം. അവർക്കൊന്നും ഇത് പരിഹരിക്കാൻ താല്പര്യമില്ല, അവർ പരിഹരിക്കുകയില്ല. അവർ ഇത് ആളിക്കത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ SDPI വോട്ട് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, BJP തോൽപ്പിക്കാൻ ആരുടെ വോട്ട് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, SDPIയുടെ വോട്ട് കിട്ടില്ല അതും സ്വീകരിക്കുന്നതാണ് പറയുന്നത്. 4 വോട്ടിന് വേണ്ടി രാജ്യം നിരോധിച്ച മതഭീകരവാദ സംഘടനയുമായി കൂട്ടുചേരുന്നത് KC വേണുഗോപാലിനൊരു അലങ്കാരമാണ്. കാരണം അവർ ഇന്ത്യ തകരണമെന്ന് ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പിൻഗാമികളാണ്. പക്ഷേ പാലക്കാട്ടെ ജനങ്ങൾക്കതറിയാം. അതിഭീകരമായ കൊലപാതകങ്ങളും വർഗീയ ലഹളകളും ആസൂത്രണം ചെയ്തതിൻ്റെ പേരിൽ, നടപ്പാക്കിയതിൻ്റെ പേരിൽ മോദി സർക്കാർ നിരോധിച്ച PFIയുടെ ആൾക്കാരുമായിട്ടാണ് SDPI ആയിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് പുതുപ്പള്ളിയിലും അതുപോലെ തൃക്കാക്കരയിലും പറഞ്ഞത് ഞങ്ങൾക്ക് SDPI വോട്ട് വേണ്ടെന്നാണ്. കാരണം അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പാലക്കാട് വന്നപ്പോൾ അവർ നേരെ മലക്കം പറഞ്ഞ് SDPI പിന്തുണയോടെ മത്സരിക്കുന്നു. ഇത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്, സമാധാനവാദികൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയം തന്നെയാണ്.
മറ്റൊരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ, ചാണ്ടി ഉമ്മൻ പോലെയുള്ള ആളുകളൊന്നും ഇവിടെ ഇല്ല. ചാണ്ടി ഉമ്മനെതിരെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികൾ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടത്തുകയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ താങ്കൾ എന്താ മുംബൈയിൽ നിന്ന്? ചാണ്ടി ഉമ്മൻ ഇവിടെ ഇല്ല. ചാണ്ടി ഉമ്മൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ CPM-ന്റെ പതാകയും കോൺഗ്രസിന്റെ പതാകയും അവരുടെ ഷോളുകളുമൊക്കെ ഒരുമിച്ച് ധരിച്ച്. അതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവും. ഉമ്മൻചാണ്ടി, കെ കരുണാകരൻ, AK ആന്റണി തുടങ്ങിയിട്ടുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളെ അപമാനിച്ചവരാണ് ഈ ഇവിടുത്തെ സ്ഥാനാർത്ഥിയും, ആക്ഷേപിച്ചവരാണ്. കരുണാകരന്റെ ഭാര്യയെ, ശ്രീമതി കല്യാണിക്കുട്ടി അമ്മയെ കേരളം ആദരിക്കുന്ന ആ മാതാവിനെ അങ്ങേയറ്റം മ്ലേച്ഛമായി സംസാരിച്ച ഒരുത്തനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. പത്മജ ഇന്ന് അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വാക്കുകൾ കണ്ടമിടറിക്കൊണ്ട് അവർ പറഞ്ഞ വാക്കുകൾ ഈ ഒരു UDF സ്ഥാനാർത്ഥിയുടെ അയാൾക്കുള്ള ശാപം എത്രയാണെന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. അപ്പം അതുമാത്രമല്ല, ഉമ്മൻചാണ്ടി അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് ആയിട്ടൊരു സത്യസന്ധനായ ഒരാൾ വരണം. ഇതുപോലത്തെ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയ ഒരു കത്തയച്ചിരുന്നു, ഒരു കത്ത് കൊടുത്തിരുന്നു. അതിനെ മറികടന്നുകൊണ്ടാണ്. ഉമ്മൻചാണ്ടിയുടെ വലിയ അനുയായിയായിരുന്നു ഈ ഷാഫി പറമ്പൻ. പക്ഷെ ആ ഉമ്മൻചാണ്ടിയെ അവസാന കാലത്ത് വഞ്ചിച്ചത് ഈ ഷാഫി പറമ്പനും ഈ UDF സ്ഥാനാർത്ഥിയും. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ഇത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമല്ല. കോൺഗ്രസിനകത്ത് എല്ലാവർക്കും അറിയാം. കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി എന്നീ അധികാരത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തലപ്പൊക്കമുള്ള നേതാക്കളെയെല്ലാം, അത്രയും ഉന്നത ശീർഷരായ നേതാക്കളെയെല്ലാം ആക്ഷേപിക്കുന്ന ഉപജാപക സംഘമാണ് VD സതീശനും ഷാഫി പറമ്പലും നേതൃത്വം നൽകുന്ന കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശാപം. എന്തായാലും ഉപതെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ BJPയുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇടത് വലത് മുന്നണികൾ തയ്യാറാവുന്നില്ല. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ അവസാന നിമിഷമെങ്കിലും വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മുന്നോട്ടേക്ക് വെക്കുന്നു. ഈ തീവ്രവാദ ശക്തികളായിട്ടുള്ള SDPയും ഒക്കെ കൂട്ടുകൂടുന്ന UDFന്റെ മുഖം തുറന്നു കാട്ടുന്നു. അതോടൊപ്പം തന്നെ UDFൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി കൂടുതൽ രൂക്ഷമായിട്ടുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തുറന്നു കാട്ടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രചരണം നടത്താതെ മുംബൈയിൽ പോയി പ്രചരണം നടത്തുന്ന ചാണ്ടി ഉമ്മൻ, അത് കോൺഗ്രസ് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണ്. രാഹുൽ മാങ്കൂട്ടം തോൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. SDPയുടെ കൂട്ടുകൂടാൻ KC വേണുഗോപാൽ എന്നും തയ്യാറായിട്ടുണ്ട്. BJPയെ തോൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തീവ്രവാദ ശക്തികളും ഒക്കെ ആയിട്ടാണ് കോൺഗ്രസ് കാലാകാലങ്ങളായി കൂട്ടുകൂടിയിട്ടുള്ളത്. അത് ഇത്തവണയും തുടർന്നു പോകുന്നു തുടങ്ങിയ രൂക്ഷമായ വിമർശനങ്ങളാണ് BJP അധ്യക്ഷൻ എന്തായാലും പങ്കുവെക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും പാലക്കാട് കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാവുകയും ചെയ്യുമെന്നാണ് പാർട്ടിയുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. വഖഫിന്റെ കടന്നുകയറ്റം പാലക്കാട്ടെ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വ്യക്തമാക്കിയത്.